ഹലോ, അറ്റ് എസ് ജെ പ്രോപ്പർട്ടി ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഏവർക്കും നമസ്കാരം പറഞ്ഞുകൊണ്ട് വീഡിയോയിലോട്ട് പോകാം. ഇതൊരു 1100 സ്ക്വയർ ഫീറ്റും 10 സെന്റ് ഒരു ചെറിയ ബഡ്ജറ്റിൽ കിട്ടാവുന്ന ഒരു വീടുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ എത്തിച്ചിരിക്കുന്നത്. ആലത്തൂർ എരുമിയൂർ ഹൈവേയിൽ നിന്നും എരുമൂർ ജംഗ്ഷൻ എത്തുന്നതിന് മുമ്പ് നാഷണൽ ഹൈവേയിൽ നിന്നും വെറും 600 മീറ്റർ ദൂരെ നിറയെ വീടുകളുള്ള ഏരിയയിൽ ഒരു 3 ബെഡ്റൂം, ഹാള്, കിച്ചൺ, വർക്ക് ഏരിയ അങ്ങനെയായിട്ടുള്ള ഒരു വീടാണ്. ഉള്ളിൽ ഒരു അറ്റാച്ച്ഡ് ബാത്റൂമിന്റെ കുറവുണ്ട്. ഒരു കോമൺ ആയിട്ടുള്ള 3 ബെഡ്റൂമിൽ ഒരു കോമൺ ആയിട്ടുള്ള ഒരു ബാത്റൂം മാത്രമേ ഇതിനകത്തുള്ളൂ. 10 സെന്റ് സ്ഥലം കിടക്കുന്നുണ്ട്. ഹൈവേയിൽ നിന്നും വളരെ ദൂരം കമ്മിയാണ്. നടക്കേണ്ട ദൂരമേ ഉള്ളൂ. സ്റ്റോപ്പിൽ നിന്നും 500 മീറ്റർ ദൂരത്ത് ഫുൾ കോമ്പൗണ്ട് അടിച്ചിട്ട് കിടക്കുന്ന മനോഹരമായിട്ടുള്ള ആൾക്കാർ താമസമുള്ള ഏരിയയിലാണ്. ഒരു കച്ചറയില്ലാത്ത ഏരിയ. ഹൈവേയിൽ നിന്ന് നടക്കേണ്ട ദൂരം ഒരിക്കൽ കൂടി പറയാണ്. അത്രയും ദൂരം ഉള്ളത്. ആ ഭാഗത്താണ് മെയിൻ റോഡ്, പഞ്ചായത്ത് റോഡ് ആണ്. ഈ രണ്ട് സൈഡും പഞ്ചായത്ത് റോഡാണ്. അപ്പോൾ എൽ ഷേപ്പിൽ റോഡ് പഞ്ചായത്ത് കിടക്കുന്നുണ്ട്. ഭാവിയിൽ ഇനിയും നമ്മൾക്ക് ഈ വീട് വേണ്ട എന്ന് പറഞ്ഞിട്ട് നല്ലൊരു മോഡൽ ചെയ്യണമെങ്കിലും വൃത്തിയായി ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഈ പ്രോപ്പർട്ടി. ഇത്രയും വില എന്ന് വെച്ചാൽ ആ വിലയാണ് പാർട്ടി ചോദിക്കുന്നുള്ളൂ. അവർ ഇവിടുന്ന് മാറി പോകുന്നത് കൊണ്ടാണ്, അല്ലെങ്കിൽ മാറ്റം എന്തോ കാരണവശാലാണ് വിൽക്കാൻ വെച്ചിരിക്കുന്നത്. 3 ബെഡ്റൂം ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. കയറിയതും നല്ല വലുപ്പത്തിലുള്ള ഒരു ഹാള് വൃത്തിയായി ചെയ്തിട്ടുണ്ട്. ഹാള് ഇത് കുറെ കാലമായിട്ട് ഇവർ ഇവിടെ ഇല്ലാതെ പൂട്ടിക്കിടന്നതാണ്. ഇപ്പോൾ അവർ തമിഴ്നാട്ടിൽ നിന്ന് ഇവിടെ വന്നപ്പോഴാണ് ഇപ്പോൾ താമസം തുടങ്ങിയത്. ഒരു 4-5 കൊല്ലമായിട്ടുള്ളൂ ഇവിടെ ശരിക്കും പറയുകയാണെങ്കിൽ താമസിക്കാൻ തുടങ്ങിയിട്ടുള്ളൂ എന്ന് വെച്ചാൽ, അല്ലെങ്കിൽ പോയി വന്നുകൊണ്ടിരിക്കുമ്പോൾ ഇവർ പൂട്ടിയിട്ടിട്ട് പിന്നെ 3-4-5 മാസം കഴിയുമ്പോൾ വരും. പിന്നെ കുറച്ച് 10 ദിവസം ഇരിക്കും. അങ്ങനെ പോയിക്കൊണ്ടിരുന്നതാണ്. ഇപ്പോൾ അവര് മൊത്തത്തിൽ കൊടുക്കാന്ന് വെച്ചിരിക്കുന്നത് 10 സെന്റും 1100 സംതിങ് സ്ക്വയർ ഫീറ്റുമാണ്. ഈ കയറിയതും വളരെ വൃത്തിയായിട്ടുള്ള ഒരു ഹാള്. ഇടതുവശത്ത് നേരെ കയറിയത് ഇടതുവശത്ത് മര്യാദയ്ക്കുള്ള ഒരു മാസ്റ്റർ ബെഡ്റൂം പോലെ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിൽ ഏറ്റവും ഒരു കുറവ് പറയുന്നത് ബാത്റൂം അറ്റാച്ച് ചെയ്തിട്ടില്ല. അത് മാത്രമാണ് ഇതിലൊരു കുറവുള്ളത്. താമസിക്കാനുള്ള സൗകര്യം ഒരു സാധാരണക്കാർക്കാണെങ്കിൽ താമസിക്കാനുള്ള സൗകര്യത്തോടെ 3 ബെഡ്റൂം, ഇപ്പോൾ 2, 3, 4, 5 ആളുകളുള്ളവർക്കാണെങ്കിലും 3 ബെഡ്റൂം ഉണ്ട്, ഹാളുണ്ട്, കിച്ചൺ ഉണ്ട്, വർക്ക് ഏരിയ ഉണ്ട്. ബാക്കിൽ ഒരു 400 ചില്ലാനോ 500 സ്ക്വയർ ഫീറ്റ് ബാക്കിലും കൂടി എടുത്ത് അതിലൊരു ഹാളും ഒരു കിച്ചണും കൂടി അങ്ങനെ ചെയ്തത്. അങ്ങനെയാണ് 1100 സ്ക്വയർ ഫീറ്റ് 100 സംതിങ് സ്ക്വയർ ഫീറ്റ് വരുത്തിയത്. അത് അത്യാവശ്യം പണി അതിൽ ബാലൻസ് ഉണ്ട്. ആ പണിയും കൂടി നമ്മൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കിച്ചൺ ഇവിടെ നിന്ന് ഒഴിവാക്കി ബാക്കിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇതിനകത്ത് ഒരു ബാത്റൂമും കൂടി സെറ്റ് ചെയ്യാനുള്ള ഐഡിയയിലാണ് അവർ പറഞ്ഞത്. ഞാൻ വീഡിയോ എടുക്കാൻ പോയപ്പോൾ അതും നല്ലൊരു കാര്യമാണ്. അപ്പോൾ ഉള്ളിൽ 2 ബാത്റൂം ആയി എന്ന് കണക്കാക്കാം. ഇതിനകത്ത് ഇപ്പോൾ 3 ബെഡ്റൂം, ഹാള്, കിച്ചൺ ആണ് ഉള്ളത്. നേരെ ബാക്കിലേക്ക് പോയി കഴിഞ്ഞാൽ ഡൈനിങ് ഹാള് സെറ്റ് ചെയ്യാം. അവിടെ ഒരു കിച്ചണും കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് ഇവർ ഇവിടെ ഒരു പോർഷൻ എടുത്ത് റെഡിയാക്കി വെച്ചിരിക്കുന്നത്. 10 സെന്റ് സ്ഥലമുണ്ട്, 3 ബെഡ്റൂം ഉണ്ട്, ഒരു കോമൺ ബാത്റൂം ഉണ്ട്. ഇനി ഒരു കോമൺ കൂടി വേണമെങ്കിൽ അകത്ത് ചെയ്യാം. അപ്പോൾ വൃത്തിയായിട്ടുണ്ട്. ഒരു മര്യാദക്കാരിക്ക് വന്ന് താമസിക്കാനുള്ള സൗകര്യത്തോടെയാണ് ഒരു വീട് ഇപ്പോൾ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതിന്റെ വില അവർ പറയുന്നത് 30 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. ടോട്ടൽ പ്രൈസ് ചോദിക്കുന്നത്. വീടും ഈ 10 സെന്റ് സ്ഥലത്തിന് തന്നെ അവിടെ നല്ല ഏകദേശം നല്ല മാർക്കറ്റുള്ള ഏരിയയിൽ തന്നെയാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഏകദേശം കണക്കാക്കി നോക്കുമ്പോൾ വലിയ ദോഷമില്ല. അപ്പോൾ നമ്മുടെ ചാനൽ കാണുന്ന ഏതെങ്കിലും സുഹൃത്തുക്കൾ എടുത്തിട്ടിട്ട് അത്യാവശ്യം ഈ പണികളെല്ലാം മുഴുവൻ കഴിച്ചു കഴിഞ്ഞാൽ താമസിക്കാനുള്ള എല്ലാ യോഗ്യതയുള്ള ഒരു വീടാണ് ഈ കാണുന്നത്. 10 സെന്റ് സ്ഥലത്തിന് തന്നെ വിലകൾ ഇവിടെ നോക്കുകയാണെങ്കിൽ അത്രയും വിലയുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ചാനൽ ആദ്യമായി കാണുന്ന നമ്മുടെ ഫാമിലി സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ സുഹൃത്തുക്കളെ. ആ ഓൾ ബെല്ലൈക്കൺ കൂടി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ.